വെൽക്കം ടു വേൾഡ് ഓഫ് ഇൻഫിനിറ്റി. ലോകത്തെ ഏറ്റവും ശക്തമായ 4 സൈന്യങ്ങൾ ഏതൊക്കെയാണെന്ന് പരിശോധിച്ചാൽ മനസ്സിലാകും. അവ അമേരിക്ക, റഷ്യ, ചൈന, ഇന്ത്യ എന്നിവയാണെന്ന്. അതുപോലെ തന്നെ മികച്ച സ്പെഷ്യൽ ഫോഴ്സസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ അമേരിക്ക, റഷ്യ, ഇന്ത്യ എന്നീ രാജ്യങ്ങളുടെ സ്പെഷ്യൽ ഫോഴ്സിനെക്കുറിച്ച് പറയാനുമാകും. പക്ഷേ വളരെ കുറച്ച് ആളുകൾക്ക് മാത്രമേ ചൈനയുടെ സ്പെഷ്യൽ ഫോഴ്സിനെക്കുറിച്ച് അറിയൂ. അതുപോലെ തന്നെ ചൈനീസ് SOF നടത്തിയ ഏതെങ്കിലും ഓപ്പറേഷനുകൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? ഇല്ല എന്ന് തന്നെയാകും ഉത്തരം. ഇന്ന് നാം ചൈനയുടെ സ്പെഷ്യൽ ഫോഴ്സസിനെ കുറിച്ച് സംസാരിക്കുന്നു. അതോടൊപ്പം തന്നെ ഇന്ത്യയുടെ സ്പെഷ്യൽ ഫോഴ്സുകളെയും ചൈനീസ് SOFനെയും താരതമ്യപ്പെടുത്തുകയുമാകാം. ചൈനയിലും മറ്റ് രാജ്യങ്ങളിലുള്ളതുപോലെ സ്പെഷ്യൽ ഫോഴ്സസ് ഉണ്ട്. പക്ഷേ അവയെക്കുറിച്ച് പബ്ലിക് ഡൊമൈനുകളിൽ നിന്ന് ഒന്നും ലഭിക്കാറില്ല. ചൈനയിൽ മാധ്യമ സ്വാതന്ത്ര്യമോ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളോ ഒന്നും ലഭ്യമല്ല. ഇനി ലഭ്യമാകുന്നവയാകട്ടെ സർക്കാരിൻ്റെ കടുത്ത നിയന്ത്രണത്തിലുമാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് ചൈനയെ നിയന്ത്രിക്കുന്നത്. അവർ നൽകുന്ന വിവരങ്ങൾ മാത്രമാണ് സർക്കാർ ലിങ്കുകളിൽ ഉണ്ടായിരിക്കുക. ജനങ്ങളെ ബോധവൽക്കരിച്ചാൽ അടിമത്വം സാധ്യമല്ലെന്ന കാരണത്താൽ ചൈനയിൽ മതസ്വാതന്ത്ര്യമോ മാധ്യമ സ്വാതന്ത്ര്യമോ ഇല്ല. റിസർച്ച് സെൻറ്റേഴ്സ് അനലൈസ് ചെയ്ത് ലഭ്യമാക്കുന്ന വിവരങ്ങളാണ് നമുക്ക് ലഭിക്കുന്നത്. നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ ചൈനയിലെ ജനങ്ങൾക്ക് ലഭ്യമാകില്ല എന്നും നാം ഓർക്കണം. ഇന്ത്യയിൽ ജനാധിപത്യത്തിൽ ജീവിക്കുന്നവരാണ് നാം. ചൈനയിൽ കമ്മ്യൂണിസ്റ്റ് അടിമത്തത്തിൽ ജീവിക്കുന്നവരാണ്. ഈ വ്യത്യാസമാണ് ഇതിന് കാരണം. ചൈനയിൽ സ്പെഷ്യൽ ഫോഴ്സസുകൾ വളരെ വൈകിയാണ് രൂപം കൊണ്ടത്. 1980കളുടെ അവസാനത്തോടെയും 90കളുടെ ആരംഭത്തിലുമായാണ് ചൈനീസ് SOF സ്ഥാപിതമായത്. ഇന്ത്യയുടെ പാരാ സ്പെഷ്യൽ ഫോഴ്സ് സെക്കൻഡ് വേൾഡ് വാർ മുതലുണ്ട്. ചൈനീസ് സ്പെഷ്യൽ ഫോഴ്സസ് പീപ്പിൾസ് ലിബറേഷൻ ആർമി സ്പെഷ്യൽ ഓപ്പറേഷൻ ഫോഴ്സസ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഇതിൽ എയർബോൺ ബ്രിഗേഡ്, MBBS ലാൻഡിംഗ് ഓപ്പറേഷൻസ്, നേവിക്കായി റാപ്പിഡ് റിയാക്ഷൻ ഫോഴ്സ് എന്നിവ അടങ്ങിയിരിക്കുന്നു. പീപ്പിൾസ് ലിബറേഷൻ ആർമിയുടെ സ്പെഷ്യൽ ഫോഴ്സസുകൾ എല്ലാം സ്പെഷ്യൽ ബ്രിഗേഡുകളുടെ അണ്ടറിലായിരിക്കും. ഈ ഓരോ ബ്രിഗേഡുകളും നമ്മുടെ റെജിമെൻറ്റുകൾക്ക് സമമായിരിക്കും. ഏകദേശം 1000 മുതൽ 1100 സൈനികരുടെ 3 ബറ്റാലിയനുകളിലായി വിഭജിക്കപ്പെട്ടിരിക്കും. ഇവ വ്യത്യസ്ത ടാസ്കുകൾക്കനുസരിച്ച് ഓരോ ബറ്റാലിയനുകളിലെയും സ്പെഷ്യൽ ട്രൂപ്സിൻ്റെ എണ്ണം വ്യത്യസ്തമായിരിക്കും. ചൈനീസ് PLAക്ക് ആകെ 7 സ്പെഷ്യൽ ഓപ്പറേഷൻസ് ബറ്റാലിയനുകളാണുള്ളത്. ഇവ ചൈനയിലുടനീളം പ്രത്യേകം മിലിറ്ററി റീജിയനുകളെ പ്രതിനിധാനം ചെയ്യുന്നു. ഈ ബറ്റാലിയനുകൾ നേരിട്ടുള്ള മിലിറ്ററി റീജിയണൽ കമാൻഡേഴ്സിൻ്റെ നിയന്ത്രണത്തിലായിരിക്കും. ഇവയെ കൂടാതെ പീപ്പിൾസ് ലിബറേഷൻ ആർമിയുടെ 18 ഗ്രൂപ്പ് ആർമിക്ക് സ്പെഷ്യൽ റീകൺസൈൻസ് ഗ്രൂപ്പ് നിലവിലുണ്ട്. ഇവരും സ്പെഷ്യൽ ഫോഴ്സിൻ്റെ കപ്പാസിറ്റിയുള്ള സൈനികരാണ്. ഓരോ കമ്പാറ്റ് ഡിവിഷനുകളിലും 120 പേരടങ്ങുന്ന സ്പെഷ്യൽ കമ്പനികളും ഉണ്ടാകും. ബ്രിഗേഡ് വേസ് അല്ലെങ്കിൽ റെജിമെൻറ്റ് വേസിൽ 30 മുതൽ 40 സൈനികർ അടങ്ങുന്ന സ്പെഷ്യൽ റീകൺസൈൻസ് പ്ലാറ്റൂണും ഉണ്ടാകും. ഈ പ്ലാറ്റൂൺ കൺസെപ്റ്റ് ഇന്ത്യയുടെ ഘാതക് കമാൻഡോസിൻ്റേത് തന്നെയാണ്. ഇവയെല്ലാം തന്നെ ചൈനീസ് സ്പെഷ്യൽ ഫോഴ്സുകളിൽ ഉൾപ്പെടുന്നവയാണ്. ചൈനയിൽ 2015 വരെ എല്ലാ മേജർ മിലിറ്ററി റീജിയനുകളിലും സ്പെഷ്യൽ ഫോഴ്സസ് ഉണ്ടായിരുന്നു. 2015-ൽ പീപ്പിൾസ് ലിബറേഷൻ ആർമിയിൽ പല മേജർ മോഡിഫിക്കേഷനുകളും വരുത്തിയിട്ടുണ്ട്. ഇതുപ്രകാരം ബേസിംഗ് മിലിറ്ററി റീജിയനിൽ റീകൺസൈൻസ് ആൻഡ് അസാൾട്ട് ട്രൂപ്സ്, നാൻജിങ് മിലിറ്ററി റീജിയനിൽ ഫ്ലൈയിങ് ഡ്രാഗൺ സ്പെഷ്യൽ ഫോഴ്സും, ഗോവൻജോങ് മിലിറ്ററി റീജിയനിൽ സൗത്ത് ചൈന സ്ക്വാഡും, ജീനാൻ മിലിറ്ററി റീജിയനിൽ ബ്ലാക്ക് ബില്ലി ഓർ ഈഗിൾ സ്പെഷ്യൽ ഫോഴ്സും, ഷെയ്ഖാൻ മിലിറ്ററി റീജിയനിൽ നോർത്ത് ഈസ്റ്റ് ടൈഗർ സ്പെഷ്യൽ ഫോഴ്സും, ചോങ്ഡു മിലിറ്ററി റീജിയനിൽ സൗത്ത് ഈസ്റ്റ് ചീത്ത സ്പെഷ്യൽ ഫോഴ്സും, 7ാമതായി സ്ക്വാഡ് സ്പെഷ്യൽ ഫോഴ്സസും നിലവിലുണ്ട്. ഈ സ്ക്വാഡ് സ്പെഷ്യൽ ഫോഴ്സസിനെ കുറിച്ച് വളരെ കുറച്ച് വിവരങ്ങളെ ലഭ്യമുള്ളൂ. ഈ SOFനെ ഏത് ഏരിയയിലാണ് നിയോഗിച്ചിരിക്കുന്നതെന്നും അറിയാൻ സാധ്യമല്ല. 2001-ൽ സ്ഥാപിതമായ MBBS സിസ്റ്റമാണ് സ്ക്വാഡ് ഫോഴ്സ്. 2004-ൽ ഒരു ദ്വീപ് ക്യാപ്ചർ ചെയ്തത് സ്ക്വാഡ് ഫോഴ്സ് ആണെന്ന് പ്രതിരോധ ഗവേഷകർ പറയുന്നുണ്ട്. ഈ എക്സസൈസിനായി ഇലക്ട്രോണിക് ജാമിംഗ് സിസ്റ്റം, ഹെലികോപ്റ്റേഴ്സ്, വാർഷിപ്സ് എന്നിവ ഉപയോഗിച്ചിരുന്നുവെന്നും പറയപ്പെടുന്നു. ഇന്ത്യയുടെ മാർക്കോസ് കമാൻഡോസിനെ പോലെ ലാൻഡ്, എയർ, വാട്ടർ എന്നീ 3 പ്ലാറ്റ്ഫോമുകളിലും ഓപ്പറേഷൻ നടത്താൻ സാധിക്കുന്ന സ്പെഷ്യൽ ഫോഴ്സ് ആണിതെന്ന് വിശ്വസിക്കപ്പെടുന്നു. ഇവയെ കൂടാതെ ലേസൺ കമാൻഡോ എയർബോൺ ഫോഴ്സ് അഥവാ തണ്ടർ ബോൾട്ട്, PLA നേവിയുടെ സീ ഡ്രാഗൺ കമാൻഡോ ഫോഴ്സ്, മൗണ്ടെയിൻ ഈഗിൾ കമാൻഡോ യൂണിറ്റ്, പീപ്പിൾസ് ആംഡ് പോലീസിൻ്റെ പോലീസ് ടാക്ടിക്കൽ യൂണിറ്റ്
ഇത് സിങ്ജാങ് ഓട്ടോമനൻസ് റീജിയണിൽ കൗണ്ടർ ടെററിസം, റൈറ്റ് കൺട്രോൾ തുടങ്ങിയ ടാസ്കുകൾ ചെയ്തുവരുന്നു. ലേപ്പർഡ് കമാൻഡോ യൂണിറ്റ് എന്ന പേരിൽ മറ്റൊരു പോലീസ് സ്പെഷ്യൽ ഫോഴ്സും ചൈനയിലുണ്ട്. ഇതിനു മുൻപ് സ്നോ വോൾഫ് കമാൻഡോ യൂണിറ്റ് എന്നായിരുന്നു അറിയപ്പെട്ടിരുന്നത്. പീപ്പിൾസ് ലിബറേഷൻ ആർമിയിൽ 5 തിയേറ്റർ കമാൻഡുകളാണുള്ളത്. ഇതിൽ വെസ്റ്റേൺ തിയേറ്റർ കമാൻഡാണ് ഇന്ത്യയുടെ LACയിൽ സൈനിക നീക്കങ്ങൾ നടത്തുന്നത്. ടിബറ്റ്, സച്ചുവാൻ, കൺസ്യു, ലിൻസിയ, ക്യൂഗായ്, സിങ്ജാങ്, ചോങ്കിങ് എന്നീ പ്രവിശ്യകളെല്ലാം ഉൾപ്പെടുന്നതാണ് വെസ്റ്റേൺ തിയേറ്റർ കമാൻഡ്. ഇന്ത്യൻ LACയോട് ചേർന്നുള്ളത് വെസ്റ്റേൺ തിയേറ്റർ കമാൻഡ് ആയതിനാൽ തന്നെ മൗണ്ടെയിൻ ഈഗിൾ കമാൻഡോ യൂണിറ്റാണ് LAC മേഖലയിൽ ഡിപ്ലേ ചെയ്യപ്പെടുക. പോലീസ് ടാക്ടിക്കൽ യൂണിറ്റും ഈ കമാൻഡോകളോടൊപ്പം ചേർന്നേക്കാം. ഹണ്ടിങ് ലേബേഴ്സ് എന്ന പേരിലും ഈ സ്പെഷ്യൽ ഫോഴ്സസ് അറിയപ്പെടുന്നു. ഇന്ത്യയുടെ പാരോ കമാൻഡോകളുമായി ചൈനീസ് SOFനെ താരതമ്യം ചെയ്യുമ്പോൾ നാം ഓർക്കണം, സ്പെഷ്യൽ ഫോഴ്സസിൽ രാജ്യത്തെ ഏറ്റവും മികച്ചവരും ധൈര്യശാലികളും ദേശസ്നേഹികളുമായിരിക്കും ഉണ്ടാവുക. എല്ലാ രാജ്യങ്ങളുടെയും കമാൻഡോ സെലക്ഷൻ ബേസ് ഒന്ന് തന്നെയായിരിക്കും, അതായത് നമ്പർ 1 ഷുഡ് സേർവ് ദി നേഷൻ. പിന്നെ നമുക്ക് ഈ സ്പെഷ്യൽ ഫോഴ്സസുകളെ ഒന്നുകൊണ്ട് മാത്രമേ കമ്പയർ ചെയ്യാനാകൂ, അതാണ് എക്സ്പീരിയൻസ്. എത്ര ഓപ്പറേഷനുകൾ ഈ സ്പെഷ്യൽ ഫോഴ്സസ് പങ്കെടുത്തിട്ടുണ്ട്, വിജയിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ പ്രാധാന്യമുള്ളതാണ് ഏത് സ്ഥലത്താണ് മിഷനുകൾ നടത്തിയത് എന്നതും. ഇതുപ്രകാരം പരിശോധിക്കുമ്പോൾ ഇന്ത്യയുടെ സ്പെഷ്യൽ ഫോഴ്സസ് വിദേശങ്ങളിൽ ഉൾപ്പെടെ നിരവധി ഓപ്പറേഷനുകൾ നടത്തി വിജയം വരിച്ചിട്ടുള്ളതാണ്. ചൈനയുടെ SOFകൾക്ക് ഇന്ത്യൻ സ്പെഷ്യൽ ഫോഴ്സസിൻ്റെ അത്രയും കോമ്പാക്റ്റ് എക്സ്പീരിയൻസുകൾ ഇല്ല. അതുപോലെ തന്നെ ലോകത്തെ ഏറ്റവും മികച്ച സ്പെഷ്യൽ ഫോഴ്സസുകളായ US നേവി സീൽ, ബ്രിട്ടീഷ് സ്പെഷ്യൽ ഫോഴ്സസ് എന്നിവയുടെ കൂടെ അഭ്യാസങ്ങളിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നതുമായ എക്സ്പീരിയൻസ് ഇന്ത്യൻ സ്പെഷ്യൽ ഫോഴ്സസുകൾക്കുണ്ട്. ഓപ്പറേഷനുകളുടെ എണ്ണത്തിൻ്റെ കാര്യത്തിലും അനുഭവ സമ്പത്തിൻ്റെ കാര്യത്തിലും ഇന്ത്യൻ സ്പെഷ്യൽ ഫോഴ്സ് തന്നെയാണ് മുന്നിൽ. ഇന്ത്യയുടെ പ്രധാനപ്പെട്ട സ്പെഷ്യൽ ഫോഴ്സസ് ഏതൊക്കെയാണെന്ന് നോക്കാം. നമ്പർ 1, മാർക്കോസ് കമാൻഡോസ്. ഇന്ത്യൻ നേവിയിൽ 1987 രൂപീകൃതമായതാണ് മാർക്കോസ് കമാൻഡോസ്. പാരാ കമാൻഡോസ് ഹൈലി ട്രെയിൻഡ് പാരാച്യൂട്ട് റെജിമെന്റിന്റെ ഭാഗമാണ് 1966 സ്ഥാപിതമായ പാരാ കമാൻഡോസ്. ഇന്ത്യൻ ആർമിയിലെ പാരാച്യൂട്ട് യൂണിറ്റ് ലോകത്തിലെ തന്നെ പഴക്കം ചെന്ന എയർബോൺ യൂണിറ്റുകളിൽ ഒന്നാണ്. നമ്പർ 3, ഘാതക് കമാൻഡോസ്. അവശ്യഘട്ടങ്ങളിൽ തിരിച്ചടിക്കാനായി റെജിമെന്റുകളിലും ബ്രിഗേഡുകളിലുമായി സജ്ജീകരിച്ചിരിക്കുന്ന കമാൻഡോസാണ് ഘാതക് കമാൻഡോസ്. നമ്പർ 4, കോബ്ര സ്പെഷ്യൽ ഫോഴ്സ്. CRPFന്റെ സ്പെഷ്യലൈസ്ഡ് യൂണിറ്റാണിത്. നമ്പർ 5, ഫോഴ്സ് 1. ഓപ്പറേഷൻ ടൊർണാഡോയ്ക്ക് ശേഷം രൂപീകൃതമായതാണ് ഈ സ്പെഷ്യൽ ഫോഴ്സ്. മുംബൈ നഗരത്തെ ടെററിസ്റ്റ് അറ്റാക്കുകളിൽ നിന്ന് സംരക്ഷിക്കുക എന്നതാണ് ഈ സ്പെഷ്യൽ ഫോഴ്സിന്റെ പ്രൈം റോൾ. നമ്പർ 6, സ്പെഷ്യലൈസ്ഡ് ഫ്രണ്ടയർ ഫോഴ്സ്. 1962 ഇന്ത്യ ചൈന യുദ്ധത്തിന് ശേഷം രൂപീകരിക്കപ്പെട്ടതാണ് ഈ സ്പെഷ്യൽ ഫോഴ്സ്. നമ്പർ 7, നാഷണൽ സെക്യൂരിറ്റി ഗാർഡ് അഥവാ NSG. ഇന്ത്യയിലെ പ്രീമിയർ കൗണ്ടർ ടെററിസ്റ്റ് ഫോഴ്സ് ആണ് NSG. VIP സെക്യൂരിറ്റി, ആന്റി സബോട്ടാക് ചെക്സ്, ഭീകരവാദ ഭീഷണികളെ നിർവീര്യമാക്കൽ തുടങ്ങി എല്ലാ മേജർ ഓപ്പറേഷനുകളും NSG കൈകാര്യം ചെയ്യുന്നു. നമ്പർ 8, ഗരുഡ് കമാൻഡോ ഫോഴ്സ്. ഇന്ത്യൻ എയർഫോഴ്സിന്റെ സ്പെഷ്യൽ ഫോഴ്സ് ആണിത്. 3 വർഷത്തോളം നീണ്ട ട്രെയിനിങ്ങിന് ശേഷം മാത്രമേ ഒരു ഗരുഡ് കമാൻഡോ ആകാൻ സാധിക്കൂ. നീണ്ട പരിശീലനം ആവശ്യമായ സ്പെഷ്യൽ ഫോഴ്സുകളിൽ ഒന്നാണിത്. 2004 ഗരുഡ് കമാൻഡോ ഫോഴ്സ് രൂപീകൃതമായത്. നമ്പർ 9, ദി സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പ്. പ്രധാനമന്ത്രിയെയും മുൻ പ്രധാനമന്ത്രിയെയും അവരുടെ ഇമ്മീഡിയറ്റ് ഫാമിലി മെമ്പേഴ്സിന്റെയും പ്രൊട്ടക്ഷൻ ഈ സ്പെഷ്യൽ ഫോഴ്സാണ് കൈകാര്യം ചെയ്യുന്നത്. മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയുടെ മരണം സുരക്ഷാ സേനയുടെ വൻ വീഴ്ച തന്നെയായിരുന്നു. ഇതിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടാണ് ഇത് പ്രവർത്തിക്കുന്നത്. ഓരോ രാജ്യത്തിൻ്റെയും ടാക്ടിക്കൽ പ്ലാനുകൾ വ്യത്യസ്തമായിരിക്കുമെന്ന് നാം ഓർക്കണം. ഇതിനെ നമുക്ക് പ്രവചിക്കാനേ കഴിയൂ, ഉറപ്പിക്കാൻ സാധ്യമല്ല. യുദ്ധങ്ങളിൽ ഒരിക്കലും സ്പെഷ്യൽ ഫോഴ്സസുകൾ നേരിട്ട് ഏറ്റുമുട്ടാറില്ല. സ്പെഷ്യൽ ആയതുകൊണ്ട് തന്നെയാണ് ഓരോ രാജ്യവും തങ്ങളുടെ പ്രത്യേക ഫോഴ്സിനെ സ്പെഷ്യൽ ഫോഴ്സസ് എന്നു പറയുന്നത്.